ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സ്മാർട്ട് ടി വികളുമായിട്ടാണ്. 15,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഇപ്പോഴും മേടിക്കാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റായിട്ടുള്ള സ്മാർട്ട് ടി വികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ടി വികളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഉപകാരപ്പെടും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത് കിട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഇതൊന്ന് നോക്കണേ. ഇതെൻ്റെ സിസ്റ്റർ സുമിഷ നടത്തുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സാണ്. കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും പഠിക്കാം. ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മളിവിടെ ആദ്യമേ തന്നെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമുക്ക് സ്മാർട്ട് ടി വികളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സ്മാർട്ട് ടി വി എടുക്കുന്ന ടൈമിൽ അതിൽ മൂന്ന് ടൈപ്പ് സോഫ്റ്റ്വെയറുകൾ വരാം, 3-4 ടൈപ്പ് സോഫ്റ്റ്വെയറുകൾ വരാം. മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വികൾ നമുക്ക് കാണാൻ പറ്റും. സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വികൾ ഉപയോഗിക്കുന്നത് ടൈസൺ OS ആണ്, ഒരു ലിനക്സ് ബേസ്ഡ് OS ആണ്. പിന്നെ കോമൺ ആയിട്ട് വെറും നോർമൽ സ്മാർട്ട് ടി വികളെന്നും പറഞ്ഞ് ലോഞ്ച് ചെയ്യുന്ന സ്മാർട്ട് ടി വികളും ഉണ്ട്. അതിനകത്തും വരുന്നത് ലിനക്സ് ബേസ്ഡ് OS ആണ്. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകൾ ഒത്തിരി ഒന്നും അധികം അവൈലബിൾ ആയിരിക്കത്തില്ല. സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വികൾ പിന്നെയും അവൈലബിൾ ആയിരിക്കും. പക്ഷേ നോർമലായിട്ടുള്ള സ്മാർട്ട് ടി വികളിൽ ലിനക്സ് ബേസ്ഡ് OS വരുന്ന സ്മാർട്ട് ടി വികളിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണില്ല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ മൂന്നാമത് വരുന്നൊരു കാറ്റഗറിയാണ് നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വികൾ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വികളാണ്. എന്തെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വികൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീച്ചർ റിച്ച് ആണ്. കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അല്ലാതാണെങ്കിലും കുറേ ഫീച്ചറുകൾ വരുന്നുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വിയാണ്. അതുമല്ല ഒരു വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് വർത്താണോ എന്ന രീതിയിലുള്ള പ്രോഡക്റ്റിനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല പ്രൈസ് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 15,000 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് ഉണ്ട്, 13,000 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അതിപ്പോൾ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു മാർക്കിങ് കൊടുത്തിട്ടല്ല ഇവിടെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 1ാം സ്ഥാനം ഇന്ന ടി വി, 2ാം സ്ഥാനം ഇന്ന ടി വി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ നേരെ പ്രോഡക്റ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, സ്പെസിഫിക്കേഷൻസും. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തോഷിബയുടെ ഒരു മോഡലാണ്. തോഷിബയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ടി വി. അപ്പോൾ മോഡൽ നെയിമും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ഡയറക്റ്റ് ലിങ്കും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ കണ്ടതിന് ശേഷം. തോഷിബ E35KP എന്ന് പറയുന്ന ഒരു 32 ഇഞ്ചിൻ്റെ HD റെഡി സ്മാർട്ട് ടി വിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിന്ന് ചെയ്യുന്ന സ്മാർട്ട് ടി വികളെല്ലാം 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വികളാണ്, HD റെഡി. പിന്നെ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഫുൾ HD ടി വി കിട്ടുന്നത് വിരളമാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഓഫർ വരുന്ന ടൈമിൽ ഓൾഡ് സ്റ്റോക്ക് അവർ വില കുറച്ചിടുന്നെങ്കിലേ ഉള്ളൂ. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ആദ്യമേ കണക്ടിവിറ്റി ഫീച്ചേഴ്സിലോട്ട് പോകാം. ആൻഡ്രോയിഡ് 11 വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ടി വിയാണ്. നമ്മളിന്ന് എടുത്തിരിക്കുന്ന സ്മാർട്ട് ടി വികൾ ഫുൾ ആൻഡ്രോയിഡ് 11 വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പോർട്ടുകളിലോട്ട് വരുവാണെങ്കിൽ, കണക്ടിവിറ്റി ഫീച്ചേഴ്സിലോട്ട് വരുവാണെങ്കിൽ HDMI 2 ഉണ്ട്, USB 2 പോർട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. അതൊരു കിടിലൻ ഫീച്ചറാണ്. നിങ്ങൾക്ക് 2.4 GHz വർക്ക് ചെയ്യും, 5 GHz വർക്ക് ചെയ്യും. ലോഞ്ച് ഡേറ്റ് വന്നിരിക്കുന്നത് 2022 ലോഞ്ച് ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് ഈ വർഷം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ടി വിയാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഡിസ്പ്ലേ ഫീച്ചറിലോട്ട് വരുവാണെങ്കിൽ ബ്രൈറ്റ്നസ് 250 നിറ്റ്സാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം അത്യാവശ്യം കൊള്ളാവുന്നൊരു ബ്രൈറ്റ്നസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലും ബ്രൈറ്റ്നസ് കൂടിയ സ്മാർട്ട് ടി വികളും ഇന്ന് നമ്മൾ പറയുന്ന വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ LED പാനലാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്, LCD പാനലല്ല, LED പാനലാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 20 വോട്ടിൻ്റെ അത്യാവശ്യം നല്ലൊരു സ്പീക്കർ കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് DTS Virtual Xൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറും കാര്യങ്ങളൊന്നും നമ്മൾ ഒത്തിരി പറഞ്ഞ് പൊലിപ്പിക്കുന്നൊന്നുമില്ല. MediaTekൻ്റെ പ്രോസസ്സേഴ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ സ്മാർട്ട് ടി വികളും യൂസ് ചെയ്യുന്നത് MediaTekൻ്റെ പ്രോസസ്സേഴ്സാണ്. അടുത്തായിട്ട് 1GB റാമും 8GB ഇന്റേണൽ മെമ്മറിയും വരുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് എല്ലാ ആൻഡ്രോയിഡ് ഫീച്ചറുകളും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്കുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ
ലാൻ പോർട്ടും അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ രണ്ടാമത്തെ സ്മാർട്ട് ടി വി ഏതാണെന്ന് നോക്കാം. രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ ഒരു സ്മാർട്ട് ടി വിയാണ്. ഇൻഫിനിക്സിൻ്റെ X3 എന്ന് പറയുന്നൊരു മോഡലാണ് നമ്മളിന്ന് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഫിനിക്സിൻ്റെ X1 സീരീസ് വളരെ വിജയമായിട്ടുള്ളൊരു സീരീസാണ്. അതിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന X3. അപ്പോൾ അതിൻ്റെ മെയിൻ ഫീച്ചറിലോട്ട് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ HD റെഡി സ്മാർട്ട് ടി വി ആണ്. അതേപോലെ ഇതിനകത്ത് 3 HDMI പോർട്ട് വരുന്നുണ്ട്, 2 USB പോർട്ടും വരുന്നുണ്ട്. വൈഫൈയിലോട്ട് വരുവാണെങ്കിൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടും വരുന്നുണ്ട്. ലോഞ്ച് ഇയർ വന്നിരിക്കുന്നത് നമ്മുടെ 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ടി വിയാണ്. ഈ ഇൻഫിനിക്സ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. സർവീസ് സെൻ്ററുകളും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം എല്ലായിടത്തും അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ ഡിസ്പ്ലേ ഫീച്ചറിലോട്ട് വരുവാണെങ്കിൽ 400 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതേപോലെ ഇവർ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള എപ്പിക് 3.0 ഇമേജ് എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമേജസ് കുറച്ചും കൂടെ എൻഹാൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പാനൽ ടൈപ്പ് നോക്കുവാണെങ്കിൽ IPS പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പാനലാണ് IPS പാനൽ എന്ന് വെച്ചാൽ. സാധാരണ ചില ബ്രാൻഡുകൾ അവരുടെ പാനൽ മെൻഷൻ ചെയ്യാറില്ല, A+ ഗ്രേഡ് പാനൽ എന്നും പറഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ. ഇവിടെ ഒരു IPS പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. IPS പാനലാകുമ്പം അതിന് വ്യൂയിങ് ആംഗിൾ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കളേഴ്സ് നല്ല റിച്ച് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. സ്പീക്കറിലോട്ട് വരുവാണെങ്കിൽ 20 വാട്ട്സിൻ്റെ ഒരു സ്പീക്കർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോൾബി ഓഡിയോ സപ്പോർട്ടും വരുന്നുണ്ട്. ബാക്കി എല്ലാ ആൻഡ്രോയിഡ് ഫീച്ചറുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയറുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1GB റാം 8GB ഇൻ്റർണൽ മെമ്മറിയാണ് വരുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രാൻഡാണ്. സ്മാർട്ട് ടി വികളിലല്ല, ഓവറോൾ നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് പണ്ട് മുതലേ നോക്കിയ എന്ന് പറയുന്നത്. അവരുടെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം, ബിൽഡ് ക്വാളിറ്റി. അപ്പോൾ അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന സ്മാർട്ട് ടി വിയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആൻഡ്രോയിഡ് 11 പുതിയ സ്മാർട്ട് ടി വി ഇറക്കിയിരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെയും 3 HDMI പോർട്ട് വരുന്നുണ്ട്, 2 USB പോർട്ട് വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് വരുന്നത്. 2022 ലോഞ്ച് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചറിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്മാർട്ട് ടി വികൾ എടുക്കുന്ന ടൈമിൽ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങളതിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് റേഷ്യോ ആണ് നോക്കേണ്ടത്, ഡൈനാമിക് അല്ല നോക്കേണ്ടത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ ഒരു 3000:1 ഒക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടി വിക്കകത്തും അത് വരുന്നുണ്ട്. ഡൈനാമിക് ആയിട്ടുള്ളത് 5000:1 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ പാനൽ നോക്കുവാണെങ്കിൽ VA ടൈപ്പ് പാനലാണ് വന്നിരിക്കുന്നത്. VA ടൈപ്പ് പാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ കുറച്ചും കൂടെ റിച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബ്ലാക്ക് കളേഴ്സ് കറക്റ്റ് ആക്യുറേറ്റ് ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യും. IPS പാനലിനകത്ത് ബ്ലാക്ക് കളേഴ്സ് നമുക്ക് അത്ര ആക്യുറേറ്റ് കിട്ടത്തില്ല. ബാക്കിയുള്ള കളേഴ്സ് നമുക്ക് നല്ല റിച്ചായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ടൈപ്പ് LED ആണ്. ഞാനത് കൂടുതലെടുത്ത് പറയേണ്ട കാര്യമില്ല. 7 പിക്ചർ മോഡുകളും ഇതിനകത്ത് വരുന്നുണ്ട്. 24 വാട്ട്സിൻ്റെ ഒരു ഡോൾബി സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കറാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞ ടി വികളിൽ വന്നിരിക്കുന്നത് 20 വാട്ട്സിൻ്റെയാണ്, ഇത് 24 വാട്ട്സിൻ്റെയാണ്. അത്യാവശ്യം നല്ലൊരു സ്പീക്കർ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഹാർഡ്വെയറിലോട്ട് വരുവാണെങ്കിൽ 1GB റാം 8GB ഇൻ്റർണൽ മെമ്മറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബാക്കി എല്ലാ സ്മാർട്ട് ഫീച്ചേഴ്സും ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കാസ്റ്റ്, സ്ക്രീൻ മിററിങ് ആൻഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ടി വി നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടറോളയുടെ Revou 2 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ടി വിയാണ്. ഒരു അപ്ഡേറ്റഡ് ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു HD റെഡി ടി വിയാണ്. 3 HDMI പോർട്ട് വരുന്നുണ്ട്, 2 USB പോർട്ട് വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് വരുന്നത്. 2.4 GHz 5 GHz 2022 ലോഞ്ച് ഡേറ്റ് വന്നിട്ടുള്ള സ്മാർട്ട് ടി വിയാണ്. VA പാനലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 7 പിക്ചർ മോഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ സ്മാർട്ട് ടി വിയിലും 24 വാട്ട്സിൻ്റെ ഡോൾബി സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയോ ആണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും. 1GB റാം 8GB ഇൻ്റർണൽ മെമ്മറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സ്മാർട്ട് ടി വി നമ്മൾ നോക്കുവാണെങ്കിൽ Xiaomiയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള Xiaomi 5A 32 ഇഞ്ചിൻ്റെ ഒരു സ്മാർട്ട് ടി വിയാണ് വിത്ത് ആൻഡ്രോയിഡ് 11. അതവർ എടുത്ത് കാണിച്ച് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു ഫീച്ചറാണ്. ആൻഡ്രോയിഡ് 11 ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മളിതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയും HD റെഡി സ്മാർട്ട് ടി വി തന്നെയാണ്. 2 HDMI പോർട്ട്, 2 USB പോർട്ട്, അതേപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് സപ്പോർട്ട് വരുന്നത്. 2022 ലോഞ്ച് ഡേറ്റ് വന്നിട്ടുള്ളതാണ്. അതേപോലെ നിങ്ങൾക്കിവിടെ പാനൽ ഏതാണെന്ന്
അതേപോലെ നിങ്ങൾക്ക് ഇവിടെ പാനൽ ഏതാണെന്ന് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. Xiaomiയുടെ ഒരു പ്രോബ്ലം അതാണ്, പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രോബ്ലമാണ്. അവർ പാനൽ മെൻഷൻ ചെയ്യത്തില്ല. A+ പാനൽ എന്നും പറഞ്ഞെങ്കിൽ വിടത്തേ ഉള്ളൂ. അത്യാവശ്യം Xiaomiയുടെ ടി വികൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, മിയുടെ ടി വികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തരുന്നുണ്ട്. പക്ഷേ പാനൽ അവർ മെൻഷൻ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ചില ടി വികളിൽ അവർ മെൻഷൻ ചെയ്യാറുണ്ട് IPS അല്ലെങ്കിൽ VA എന്നൊക്കെ. ഇതിനകത്ത് അവർ പാനൽ മെൻഷൻ ചെയ്തിട്ടില്ല. സ്പീക്കറിലോട്ട് വരുവാണെങ്കിൽ 20 വാട്ട്സിൻ്റെ ഒരു ഡോൾബി സപ്പോർട്ടോട് കൂടിയിട്ടുള്ള DTS Virtual Xൻ്റെ സപ്പോർട്ടും വരുന്നൊരു സ്പീക്കറാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പീക്കർ സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്, 20 വാട്ട്സിൻ്റെ. അതേപോലെ തന്നെ 1 GB റാമും 8 GB ഇന്റേണൽ മെമ്മറിയും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കി എല്ലാ സ്മാർട്ട് ഫീച്ചേഴ്സും ഈ ടി വിയിൽ സപ്പോർട്ട് വരുന്നുണ്ട്. പാച്ച് വാള് സപ്പോർട്ട് വരുന്നുണ്ട് വിത്ത് IMDb റേറ്റിംഗ്സ്. പാച്ച് വാള് നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് പേർക്കെങ്കിലും. പാച്ച് വാളിനകത്ത് വന്നിരിക്കുന്ന പ്രോഗ്രാംസിൻ്റെ IMDb റേറ്റിംഗ് സഹിതമുള്ള ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ്രോയിഡ് 11 വന്നിട്ടുള്ളത്. അതേപോലെ ബാക്കി എല്ലാ ആൻഡ്രോയിഡ് ഫീച്ചറുകളും നിങ്ങൾക്ക് ഈ സ്മാർട്ട് ടി വിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള 5 സ്മാർട്ട് ടി വികൾ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻസ് കേട്ടിട്ട് ബെസ്റ്റ് എന്ന് തോന്നുന്ന സ്മാർട്ട് ടി വികൾ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. വേറെയും കുറേ സ്മാർട്ട് ടി വികളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അതും ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തോന്നാം, പക്ഷേ അതിൻ്റെ ഫീച്ചറുകളൊക്കെ വെച്ച് നോക്കുമ്പം ബ്ലോപങ്കിൻ്റെ ഒരു സ്മാർട്ട് ടി വി ഉണ്ട്, 40 വോട്ട് സ്പീക്കറും ഫുൾ HD+ ഡിസ്പ്ലേ ഒക്കെ വരുന്നത് 16,000 ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അത് താല്പര്യമുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത് ഈ 5 സ്മാർട്ട് ടി വികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.